മാർച്ച് 24 നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതും. നിങ്ങൾ ഈ 10 വിഷയങ്ങളോ 11 വിഷയങ്ങളോ പഠിക്കേണ്ട സാധ്യതയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനമായിട്ടാണ് നിങ്ങൾ ഇത്രയധികം വിഷയങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഇത്രയധികം വിഷയങ്ങൾ പഠിക്കേണ്ടതില്ല. നിങ്ങൾ പ്ലസ് 1 ചേർന്നാൽ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളാണ് 6. ആ 6 തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. സയൻസ് പഠിക്കുന്ന കുട്ടികൾ സയൻസ് വിഷയം മാത്രം പഠിക്കാൻ, ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 6 വിഷയങ്ങൾ മാത്രം പഠിക്കാൻ, കൊമേഴ്സ് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വിഷയം പഠിക്കേണ്ടതില്ല, കൊമേഴ്സ് വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെറിയ പ്രശ്നം ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കേണ്ടി വരുന്നതാണ്. അത് റിയാലിറ്റിയാണ്. ഞാൻ 100% നിങ്ങളോട് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അത് നിങ്ങൾ പഠിക്കേണ്ടത് നിന്റെ അമ്മ കണ്ട് നിർവൃത്തിയാണ്. നിന്റെ അമ്മ എന്ത് തീരുമാനിച്ചു? നീ വലുതാകുമ്പോൾ ആരാവും? ഡോക്ടറാണ്. ഇവിടെ ഫിസിക്സ് പാസ്സാവാൻ കഷ്ടപ്പെടാം. നോക്കിയോ, കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വ്യക്തമാക്കുന്നത് ഒരേ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഏത് തലമുറ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുടുംബം ഈ രാജ്യത്തില്ലേ, ഐ റിപ്പീറ്റ്, ഒരേ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഏത് തലമുറ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കുടുംബം നമ്മുടെ രാജ്യത്ത് പോലില്ലേ. വിച്ച് മീൻസ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന രാജ്യത്തെ സമ്പന്നരായ പലരും 4-5 തലമുറ മുമ്പ് സമൂഹത്തിൽ ആരായിരുന്നു? പാവപ്പെട്ടവരായിരുന്നു.